Hi, welcome to Sense of School of Life Sciences. Today we are going to discuss the topic fish diseases. ഫിഷ് ഡിസീസ് എന്നുള്ളത് നമ്മുടെ സിലബസിലെ മൊഡ്യൂൾ 10 ആയിട്ടുള്ള അക്വാട്ടിക് അനിമൽ ഹെൽത്ത് മാനേജ്മെന്റിനുള്ളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിന്റെ ഒരു ഫസ്റ്റ് പോർഷൻ ആണ് ഈ ഫിഷ് ഡിസീസസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ടൈപ്സ് ഓഫ് ഡിസീസസ്, ഏതൊക്കെ അതിന്റെ സിംറ്റംസ് എന്താണ്, കോസേറ്റീവ് ഓർഗാനിസംസ് ഏതാണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു പോർഷനിൽ വരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് ഇതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരുന്നു. ആൻഡ് നമ്മൾ 5 PYQ കൂടെ ഡിസ്കസ് ചെയ്യാണ്. അതായത് ഈ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടില്ല, നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്ന ഫിഷറീസ് ഓഫീസർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോലുള്ള എക്സാംസിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. ഒരു ചെറിയ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തരം, അതായത് 3 തരത്തിലാണ് മെയിൻ ആയിട്ട് ഫിഷ് ഡിസീസസ് കാണാറുള്ളത്: ഇൻഫെക്ഷ്യസ്, നോൺ ഇൻഫെക്ഷ്യസ് ആൻഡ് ഓപ്പർച്യൂണിസ്റ്റിക്. ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് പകരുന്നതാണ് അല്ലെ, കമ്മ്യൂണിക്കബിൾ ആണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. നോൺ ഇൻഫെക്ഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ ഫിഷിന് ഈ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഫിഷസിന് ഇത് പകരില്ല. അതിന് മാത്രമാണ് ആ പർട്ടിക്കുലർ ഫിഷിന് മാത്രമാണ് പ്രോബ്ലം ഉള്ളത്. ഓക്കെ, അതാണ് നോൺ ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ടൈപ്പാണ് ഓപ്പർച്യൂണിസ്റ്റിക്. അതായത് ഇൻഫെക്ഷ്യസോ നോൺ ഇൻഫെക്ഷ്യസോ ആയിട്ടുള്ള ഡിസീസസ് വന്ന് ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിട്ടുള്ള ഫിഷസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബേസിക് ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അല്ലാത്തൊരു വീഡിയോ ലെക്ചർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് എടുക്കുകയാണെങ്കിൽ എത്ര ടൈപ്പ് ഉണ്ട്? വൈറൽ ഉണ്ട്, ബാക്ടീരിയൽ ഉണ്ട്, ഫംഗൽ ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്. അതുപോലെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്ത മറ്റൊരു ടൈപ്പാണ് പ്രോട്ടോസോവൻ ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ വൈറൽ ഡിസീസിൽ തന്നെ എന്താണ്? ഫിൻഫിഷിന് വരുന്ന വൈറൽ ഡിസീസ്, മൊളസ്കിന് വരുന്നതുണ്ട്. ദെൻ ഷെൽ ഫിഷസ് അല്ലെങ്കിൽ ക്രുസ്റ്റേഷ്യൻസിന് വരുന്നതുണ്ട്. അത് ഓരോന്നിനും, ബാക്ടീരിയൽ ആയാലും ഫംഗൽ ആയാലും പാരസൈറ്റിക് ആയാലും ഒക്കെ ഓരോ ടൈപ്സിനും വരുന്ന ഡിഫറെന്റ് ഡിസീസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ നോൺ ഇൻഫെക്ഷനകത്ത് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്, അതായത് എന്തെങ്കിലും ന്യൂട്രിയൻസിന്റെ കുറവ് കൊണ്ട് വരുന്ന ഡിസോർഡേഴ്സ്. ദെൻ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്. ദെൻ ഇതിനോടൊപ്പം തന്നെ വാട്ടർ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രെസ് വരുമ്പോഴോ വരുന്ന ഡിസീസസ് ഒക്കെ എന്താണ്? നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇൻഫെക്ഷസിനകത്ത് നമ്മൾ കുറച്ച് കണ്ടേജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ജാഗ്രത വേണ്ട കുറച്ച് ഡിസീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ പലതരത്തിലുള്ള വൈറൽ ആയിക്കോട്ടെ, ഫംഗൽ ആയിക്കോട്ടെ, ബാക്ടീരിയൽ ആയിക്കോട്ടെ ഡിസീസസ് ഉണ്ട്. അതിൽ ഏറ്റവും കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസസിനെ OIE എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ അനിമൽ ഹെൽത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ഒരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ OIE ലിസ്റ്റ് എന്നാണ് പറയുന്നത്. OIE എന്ന് പറഞ്ഞാൽ ഓഫീസ് ഇന്റർനാഷണൽ ഡെസ് എപ്പിസോഡസ് എന്നാണ്. അതായത് ഒരു ഫ്രഞ്ച് നെയിം ആണ്. അതിനിപ്പോ ആ ഓർഗനൈസേഷൻ അറിയുന്നത് WOH എന്നാണ്. അപ്പൊ അവരുടെ ഒരു ലിസ്റ്റ് പ്രകാരം നമുക്ക് കുറച്ച് ഡിസീസിന് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇനി അടുത്തൊരു സ്ലൈഡിൽ കാണാൻ പോകുന്നത്. ഓക്കെ, WOH ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഷസിന് വരുന്ന കുറച്ച് വൈറൽ ഡിസീസസ് ആണ് ഈ തന്നിട്ടുള്ളത്. വൈറൽ ഹെമറേജിക് സെപ്റ്റിസീമിയ, ഇൻഫെക്ഷ്യസ് ഹെമറ്റോപോയറ്റിക് നെക്രോസിസ്, ഇൻഫെക്ഷ്യസ് പാൻക്രിയാറ്റിക് നെക്രോസിസ്. ഈ പേരുകൾ കേട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതൊക്കെ എന്താണെന്നും ഓരോ ഡിസീസിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ വൈറൽ ഡിസീസിനെ പറ്റി, ഓരോ ബാക്ടീരിയൽ ഡിസീസിനെ പറ്റി, അത് ഓരോ ഫംഗൽ ഡിസീസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഒപ്പം ഫിൻഫിഷിൽ വരുന്നത്, ക്രസ്റ്റേഷ്യൻസിൽ വരുന്നത്, മൊളസ്കിൽ വരുന്നത് എന്ന് നമ്മൾ തരം തിരിച്ച് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞെന്താണ്? വൈറൽ ഹെമറേജിക് സെപ്റ്റിസീമിയ, VHS. ഈ അബ്രീവിയേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ സ്പ്രിംഗ് വിറീമിയ ഓഫ് കാർപ്പ്, SVC, കോയി ഹെർപ്സ് വൈറസ്, ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ, അതുപോലെ റെഡ് സീ ബ്രീം ഇർലോ വൈറൽ ഡിസീസ്,
വൈറൽ എൻസെഫലോപ്പതി ആൻഡ് റെറ്റിനോപ്പതി അല്ലെങ്കിൽ വൈറൽ നെർവസ് നെക്രോസിസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടേജിയസ് ആയിട്ടുള്ള വൈറൽ ഡിസീസസ് ഇൻ ഫിഷസ് ആണ്. ഈ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യുക, അതായത് WHO റിപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് കണ്ടീജിയസ് ആയതുകൊണ്ട് തന്നെ ഫർദർ സ്പ്രെഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്വേഷൻസ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു ഏറ്റവും എന്താ സ്പ്രെഡിങ് കൂടിയ അല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്കൊക്കെ പോകാൻ കാരണം മറ്റുള്ള ചില അസുഖങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ പ്രത്യേകം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാണ്ട് തന്നെ കുറെ വൈറൽ ഡിസീസസ് വേറെയുണ്ട്. നെക്സ്റ്റ് ഈസ് ഷെൽ ഫിഷ് അല്ലെങ്കിൽ ക്രൂസ്റ്റേഷ്യൻസിന് വരുന്ന ഡിസീസസ് ഉണ്ട്. അതായത് വൈറ്റ് സ്പോട്ട് സിൻഡ്രം ഡിസീസ്, യെല്ലോ ഹെഡ് ഡിസീസ്, ടോറ സിൻഡ്രം, ഇൻഫെക്ഷ്യസ് ഹൈപ്പോഡെർമൽ ആൻഡ് ഹെമറ്റോപോയിറ്റിക് നെക്രോസിസ്, വൈറ്റ് ടെയിൽ ഡിസീസ്, അക്യൂട്ട് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് നെക്രോസിസ് ഡിസീസ് പോലുള്ള ഒരുപാട് ഡിസീസസ് ക്രൂസ്റ്റേഷ്യൻസിലും വൈറസ് വരുത്തുന്നുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി കുറച്ച് ബാക്ടീരിയൽ ഡിസീസ് ആണ് ഫ്യൂരൻകുലോസിസ്. ഫ്യൂരൻകുലോസിന്റെ പോസിറ്റീവ് ഓർഗാനിസം ആണ് തന്നിട്ടുള്ളത് എറോമോണ സാൽമോണിസിഡ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ദെൻ എൻഡറിക് റെഡ് മൗത്ത് ഡിസീസ്, എർസീനിയ റക്കറി. അപ്പൊ ഈ എൻഡറിക് റെഡ് മൗത്ത് ഡിസീസിനെ നമ്മൾ എർസീനിയാസിസ് എന്നും പറയും. അതിന് പോസിറ്റീവ് ഓർഗാനിസം എർസീനിയ റക്കറി ആണ്. ദെൻ ബാക്ടീരിയൽ കിഡ്നി ഡിസീസ് ഉണ്ട്, റെയിനി ബാക്ടീരിയം സാൽമോണിനാരം ആണ് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം. ദെൻ അതുപോലെ പിസി റിക്കറ്റ്സിയോസിസ് ഉണ്ട്, പിസി റിക്കറ്റ്സിയ സാൽമോണിസ് ആണ് ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബാക്ടീരിയൽ ഡിസീസിന് OIE ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കണ്ടീജിയസ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസസ് ഉണ്ട്. അപ്പൊ ഈ ഡിസീസസ് ഒക്കെ പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്, നോക്കിയ നമുക്ക് കഴിഞ്ഞ 2023 റീസെന്റ് ആയിട്ടുള്ള ഫിഷറീസ് ഓഫീസറിന്റെ എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് ആൻ OIE ലിസ്റ്റഡ് പാത്തോജൻ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിൽ ഇൻഫെക്ഷ്യസ് സ്പ്ലീൻ ആൻഡ് കിഡ്നി നെക്രോസിസ് വൈറസ് കണ്ടായിരുന്നു. അതുപോലെ കോയി ഹെർപ്സ് വൈറസ് കണ്ടായിരുന്നു. നമ്മൾ കാണാത്ത രണ്ട് ആൾക്കാരാണ് ഗൈറോഡാക്ടൈലസ് സെലാറിയസും തിലാപ്പിയ ലേക്ക് വൈറസ്. അതില് തിലാപ്പിയ ലേക്ക് വൈറസ് എന്ന് പറയുന്നത് എമർജിങ് ആയിട്ടുള്ളൊരു ഡിസീസ് ആണ്. അത് നമ്മൾ എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ പഠിക്കും. എമർജിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പുതുതായിട്ട് വരുന്ന ആളാണ്. അതുപോലെ അതിന്റെ ഒക്കറൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഇൻസിഡൻസ് ഇപ്പൊ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയുന്നത്, എമർജിങ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ തിലാപ്പിയ ലേക്ക് വൈറസ് ഒരു എമർജിങ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ OIE അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിൽ വെച്ചേക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ആൾ ആരാണ്, ഗൈറോഡാക്ടൈലസ് സെലാറിയസ് ആണ്. ഇയാള് ഒരു വൈറലോ ബാക്ടീരിയലോ ഫംഗലോ ഒരു ഡിസീസ് അല്ല, ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. സോ അതുകൊണ്ടാണ് പ്രോട്ടോസോവൻ ഡിസീസ് ഒന്നും അധികം എന്തായിട്ടില്ല, കണ്ടേജിയസ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ OIE തൽക്കാലത്തേക്ക് അവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അത്രയും കണ്ടേജിയസ് അല്ല, വൈറസോ ബാക്ടീരിയലോ പോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളല്ല. അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം ലിസ്റ്റ് ചെയ്തിട്ടില്ലാതെ ഉള്ളൂ. അപ്പൊ ഗൈറോഡാക്ടൈലസ് സെലാറിയസ് ആണ് ഇവിടെ OIE ലിസ്റ്റ് ചെയ്യാത്ത പാത്തോജൻ. ഇത്രയും ഉള്ളയാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പോസിറ്റീവ് ഓർഗാനിസമിനെയും അതിന്റെ ഡിസീസിനെയും തമ്മിൽ എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാത്ത കുറച്ച് ഡിസീസസ് ഉണ്ട്. ഈ ഡിസീസസ് അതായത് നേരത്തെയുള്ള സ്ലൈഡിൽ പറയാത്ത ഡിസീസ്. അപ്പൊ ഈ ഡിസീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ലെക്ചർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സെൻസോബിലേക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഫിഷറീസ് ഓഫീസറിന്റെ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതായത് വീഡിയോ ലെക്ചേഴ്സ് ആയാലും PDF നോട്ട്സ് ആയാലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് MCQs ഒക്കെ നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. എക്സാം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഹോൾ സിലബസ് കവർ ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിക്കാൻ ഈസിയാണ്. അതായത് വേറൊന്നുമില്ല, കുറച്ച് ഓർഗാനിസംസിന്റെ പേര്, നമുക്ക് ബയോളജി പഠിക്കുന്നവർക്ക് അങ്ങനെയാണല്ലോ, ഓർഗാനിസംസിന്റെ പേരും അതിന്റെ സയന്റിഫിക് നെയിമും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. അതുപോലെ കുറച്ച് സയന്റിഫിക് നെയിംസ് നമ്മൾ പഠിക്കാനുണ്ട്. ദെൻ കുറച്ച് ഡിസീസിന്റെ പേര് ഓർത്തിരിക്കാനുണ്ട്. അത് ഓർത്തിരുന്നാൽ തന്നെ കണ്ടോ, ഇപ്പൊ നമുക്ക് 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ഏരിയ ആണ് ഈ അക്വാട്ടിക് അനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 10 മാർക്സിന് വരെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ എയറോമോണ സാൽമോണിസിഡ വരുത്തുന്ന ഡിസീസ് ഏതാണ്? അപ്പൊ നമ്മൾ ഫ്യൂറൻകുലോസിസ് നേരത്തെ പറഞ്ഞായിരുന്നു, അതാണ് എയറോമോണ സാൽമോണിസിഡ വരുത്തുന്ന ഡിസീസ്. ഇനി രണ്ടാമത്തെ ആരാണ്? ഫോട്ടോബാക്ടീരിയം ഡാംസേലയാണ് പാസ്ചറിലോസിസ് എന്ന് പറയുന്ന ഡിസീസിന് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം. അപ്പൊ നമ്മൾ ഈ ഡിസീസിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും കേട്ടോ, അപ്പൊ നിങ്ങളത് വിഷമിക്കണ്ട. ഇനി വിബ്രിയോ സാൽമോണിസിഡ എന്ന് പറയുന്നത് ഹിട്ര ഡിസീസ് കോസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് കോൾഡ് വാട്ടർ വിബ്രിയോസിസ് എന്ന് പറഞ്ഞ ഡിസീസിനെയാണ് ഈ ഹിട്ര ഡിസീസ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ആണ് വിബ്രിയോ സാൽമോണിസിഡ. ദെൻ ബാക്ടീരിയൽ കിഡ്നി ഡിസീസിന് കാരണമായിട്ടുള്ള ആളാണ് റെനി ബാക്ടീരിയ, നേരത്തെ കണ്ടതാണ്. ദെൻ എർസീനിയ റെക്ടറി എൻഡറിക് ഡിസീസ്. അപ്പൊ ഇത് നമ്മൾ എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കണ്ടോ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ജസ്റ്റ് പോസിറ്റീവ് ഓർഗാനിസം, ആ ഒരു ഡിസീസിന്റെ പേര് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാർക്ക് ഇതാ സ്കോർ ചെയ്യാൻ പറ്റി. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ കുറച്ച് എപ്പിഡമോളജിക്കൽ ടേംസ് പരിചയപ്പെടാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇതിനകത്തും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഒന്നാമത്തെ സൂണോട്ടിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേമിന്റെ അർത്ഥം എന്താണ്? ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതായത് പകരാൻ ചാൻസ് ഉള്ള ഡിസീസസ് ആണ് സൂണോട്ടിക് ഡിസീസ്. മൈക്രോബാക്ടീരിയം മറൈനം എന്ന് പറയുന്ന ബാക്ടീരിയം വരുത്തുന്ന ഡിസീസ് എന്താണ്? സൂണോട്ടിക് ആണ്. ഓക്കെ. ദെൻ എപ്പിസൂട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഡിസീസ് ആണ്. അതെന്ത് ചെയ്യും? പെട്ടെന്ന് റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യും. അങ്ങനെയുള്ള ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിസൂട്ടിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആരാണ്? കോയി ഹെർബ്സ് വൈറസിന്റെ ഔട്ട് ബ്രേക്സ് ആണ് ഒരു എപ്പിസൂട്ടിക് ആയിട്ടുള്ള ഡിസീസിന് എക്സാമ്പിൾ. ദെൻ പാൻസൂട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഒക്കെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഡിസീസിനെയാണ് നമ്മൾ പാൻസൂട്ടിക് എന്ന് പറയുന്നത്. നമ്മൾ പാൻഡമിക് എന്നൊക്കെ പറഞ്ഞില്ലേ, കോവിഡ് പാൻഡമിക്, അതായത് കോവിഡ് എന്ത് ചെയ്തു? വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്തു, അതുകൊണ്ട് കോവിഡിന്റെ പാൻഡമിക് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ പാൻസൂട്ടിക്. ഓക്കെ. നമ്മുടെ ഫിഷസിലൊക്കെ ഉള്ള, അനിമൽസിലുള്ള ഒരു ടേമാണ് പാൻസൂട്ടിക് എന്ന് പറയുന്നത്. ഇനി പാൻസൂട്ടിക് ആയിട്ടുള്ള ഒരു വൈറസിന്റെ എക്സാമ്പിൾ ആണ് വൈറ്റ് സ്പോട്ട് സിൻഡ്രം വൈറസ്, WSSV. ഓക്കെ, ഇവര് വൈറ്റ് സ്പോട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ദെൻ എൻസൂട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള അനിമൽസിന് കോൺസ്റ്റന്റ്ലി വരുന്ന ഡിസീസാണ് എൻസൂട്ടിക്. അതായത് നമ്മൾ എൻഡമിക് എന്നൊക്കെ പറയില്ലേ, അതായത് എൻഡമിക്കിന്റെ അർത്ഥം എന്താണ്? ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു ജീവികൾ, അല്ലെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ അവർ കാണുള്ളൂ, വേറെ റീജിയൻസിലൊന്നും കാണില്ല. അതുപോലെ ചില പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ചില റീജിയൻസിൽ മാത്രം ഒക്കർ ചെയ്യുന്ന കോൺസ്റ്റന്റ്ലി പ്രസന്റ് ആയിട്ടുള്ള ഡിസീസിനെയാണ് നമ്മൾ എൻസൂട്ടിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആരാണ്? ഇൻഫെക്ഷ്യസ് പാൻക്രിയാറ്റിക് നെക്രോസിസ് ആണ് ആ ഡിസീസ്. അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം ആണെങ്കിൽ ഇൻഫെക്ഷ്യസ് പാൻക്രിയാറ്റിക് നെക്രോസിസ് വൈറസ്. ഓക്കെ. ദെൻ സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒക്കേഷണലി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഡിസീസ്, ലൈക്ക് വാട്ടർ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഓവർ ക്ലൗഡിങ്ങോ ഒക്കെ വരുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ സ്പൊറാഡിക് എന്ന് നമുക്ക് പറയാം. അതായത് ഒക്കേഷണലി ഉണ്ടാകുന്ന, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഡിസീസ്. ദെൻ എക്സോട്ടിക് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് കുറച്ച് എക്സോട്ടിക് ബേർഡ്സിനെ, ഓർഗാനിസംസിനെ ഒക്കെ അറിയാം. അതായത് നമ്മുടെ ഈ നമ്മുടെ കൺട്രിയിലുള്ളതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതിനെ നമ്മൾ എക്സോട്ടിക് എന്ന് പറയുന്നത്. അതുപോലെ നോർമലി നമ്മുടെ രാജ്യത്തുള്ളതല്ല, പുറത്തുനിന്ന് വന്ന ഫിഷസിൽ അവരുടെ ദേഹത്തുണ്ടായിരുന്ന ഇൻഫെക്ഷൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നേറ്റീവ് ഫിഷസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു ഇൻഫെക്ഷൻ എക്സോട്ടിക് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് എക്സാമ്പിൾ ആണ് സ്പ്രിംഗ് വിറീമിയ ഓഫ് കാർപ്പ്, SVC. സ്പ്രിംഗ് വിറീമിയ ഓഫ് കാർപ്പ് എന്താണ്? ഒരു എക്സോട്ടിക് ഡിസീസ് ആണ്. ദെൻ എമർജിങ് ഡിസീസ്, നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. തിലാപ്പിയ ലേക്ക് വൈറസ് എന്താണ്? ഒരു എമർജിങ് ഡിസീസ് ആണ്. അതായത് ഇത് ന്യൂലി ഐഡന്റിഫൈഡ് ആണ്, പക്ഷെ ഇതിന്റെ ഇൻസിഡൻസ് എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. റീ എമർജിങ് എന്ന് പറയുമ്പോൾ എന്താണ്? എമർജിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായിരുന്നത്, റീ എമർജിങ് എന്ന് പറഞ്ഞാൽ മുന്നേ ഉണ്ടായിരുന്നത്, നമ്മൾ മുന്നേ കൺട്രോൾ ചെയ്തിരുന്നതായിരുന്നു, അതിപ്പോ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഫ്യൂറൻകുലോസിസ് റീ എമർജിങ് ഡിസീസസിന് എക്സാമ്പിൾ ആണ്. ദെൻ ആന്ത്രപ്പോസൂണോട്ടിക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഹ്യൂമനിൽ നിന്ന് ഫിഷസിലേക്ക്. നേരത്തെ നമ്മൾ സൂണോട്ടിക് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഫിഷിൽ നിന്ന് ഹ്യൂമനിൽ വരാവുന്നതാണ്. ഇവിടെ ആന്ത്രപ്പോസൂണോട്ടിക് എന്താണ്? ഹ്യൂമനിൽ നിന്ന് ഫിഷസിന് വരാൻ ചാൻസ് ഉള്ള ഡിസീസ്, ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ്, ദെൻ ട്യൂബർകുലോസിസ് ഒക്കെ അങ്ങനെയുള്ളൊരു ഡിസീസാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പുതുതായിട്ട് കുറച്ച് എപ്പിഡമോളജിക്കൽ ടേംസ് നമ്മൾ
പഠിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലാർജ് സ്കെയിൽ ഔട്ട്ബ്രേക്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് occurring temporarily in limited areas is known as. ഒരു ലാർജ് സ്കെയിൽ ഔട്ട്ബ്രേക്ക് ആണ്, ഇൻഫെക്ഷസ് ഡിസീസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, ടെമ്പററിലി ലിമിറ്റഡ് ഏരിയാസിൽ മാത്രം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചത് ഏതാണ്? എപ്പിഡെമിക് അല്ലെങ്കിൽ എപ്പിസൂട്ടിക് അല്ലെ, എപ്പിസൂട്ടിക് ആണ് നമ്മൾ അങ്ങനെ പഠിച്ചത്. സോ ആ എപ്പിസൂട്ടിക് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അല്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എപ്പിസൂട്ടിക് എന്താണ്? ഒക്കർ സഡൻലി ആൻഡ് സ്പ്രെഡ്സ് റാപ്പിഡ്ലി എമംഗ് അനിമൽസ് ഇൻ പർട്ടിക്കുലർ പ്ലേസസ്. ഓക്കെ, അപ്പോൾ ഇത് റീസെന്റ് ആയിട്ട് വന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള മറ്റുള്ള ടേംസ് പഠിച്ചു വെച്ചാൽ മാത്രമേ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. സോ ചിലപ്പോൾ ഇനി അടുത്ത് ചോദിക്കാൻ പോകുന്നത് പാൻസൂട്ടിക്കോ എൻസൂട്ടിക്കോ ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കുന്നു ചിലതായിരിക്കും. ഓക്കെ, അടുത്ത് ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഫിഷിന് ഡിസീസസ് കോസ് ചെയ്യുന്ന മേജർ വൈറൽ ഫാമിലീസിനെ പറ്റിയിട്ടാണ്. അപ്പൊ വൈറസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ബാക്ടീരിയയ്ക്ക് ഇപ്പൊ ഫ്യൂറൻകുലോസിസ് കോസ് ചെയ്യുന്നത് എറോമോണ സാൽമോണിസിഡെ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയി പഠിക്കുന്നു. പക്ഷെ വൈറൽ ഡിസീസിന് ഒരു എളുപ്പമുണ്ട് പഠിക്കാൻ. ലൈക്ക് വൈറൽ ഡിസീസസിന്റെ കൂടെ ആ പേരിന്റെ കൂടെ ഒരു വൈറസ് ചേർത്ത് കഴിഞ്ഞാൽ ആ കോസേറ്റീവ് ഓർഗാനിസം, ലൈക്ക് ഇൻഫെക്ഷ്യസ് പാൻക്രിയാറ്റിക് നെക്രോസിസ്, അതൊരു ഡിസീസ് ആണ്. അത് കോസ് ചെയ്യുന്നത് ഇൻഫെക്ഷ്യസ് പാൻക്രിയാറ്റിക് നെക്രോസിസ് വൈറസ് ആണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഈ പർട്ടിക്കുലർ എന്താ വൈറസസ് ഏത് ഫാമിലിയിൽ വരുന്നു എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ജസ്റ്റ് ആ ഫാമിലിയും എക്സാമ്പിൾ അതല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വൈറസ് ഏതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഫസ്റ്റ് വൺ ഹെർപ്സ് വിറിഡെ. ഹെർപ്സ് വിറിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിക്കുള്ളിൽ വരുന്ന ആളാണ് കോയി ഹെർപ്സ് വൈറസ്. ഓക്കെ, കോയി ഹെർപ്സ് വൈറസ് ഹെർപ്സ് വിറിഡയ്ക്കകത്ത് വരുന്നതാണ്. ദെൻ റാബ്ഡോ വിറിഡെ. റാബ്ഡോ വിറിഡയ്ക്കകത്ത് വരുന്ന ആൾക്കാരാണ് വൈറൽ ഹെമറേജിക് സെപ്റ്റിസീമിയ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഹെമറ്റോപോയിറ്റിക് നെക്രോസിസ് വൈറസ് ഒക്കെ. ദെൻ ഇറിഡോവിറിഡയ്ക്കകത്ത് വരുന്ന ആൾക്കാരാണ് റാന വൈറസസ്, മെഗലോസിസ്റ്റോ വൈറസസ്, ലിംഫോസിസ്റ്റോ വൈറസസ് ഒക്കെ. ഓക്കെ, ആൻഡ് ഇറിഡോവിറിഡെ എന്ന ഫാമിലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവര് ലാർജ് DNA വൈറസസ് ആയിരിക്കും. ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ലാർജ് DNA വൈറസസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാമിലിയാണ് എന്ത്? ഇറിഡോവിറിഡെ. ഓക്കെ, ദെൻ ബിർണാവിറിഡെ. ബിർണാവിറിഡയ്ക്കകത്ത് വരുന്ന ആൾക്കാർ ആരാണ്? ഇൻഫെക്ഷ്യസ് പാൻക്രിയാറ്റിക് നെക്രോസിസ് വൈറസ് ഒക്കെ ബിർണാവിറിഡയ്ക്കകത്ത് വരുന്നതാണ്. ദെൻ നോഡാവിറിഡെ. നോഡാവിറിഡയ്ക്കകത്ത് വരുന്ന ആരാണ്? ബീറ്റാനോഡ വൈറസ്. ബീറ്റാനോഡ വൈറസ് നമ്മുടെ വൈറൽ നെർവസ് നെക്രോസിസ് അല്ലെങ്കിൽ വൈറൽ എൻസെഫലോപ്പതി ആൻഡ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ബീറ്റാനോഡ വൈറസ് നോഡാവിറിഡയ്ക്കുള്ളിൽ വരുന്നതാണ്. ദെൻ ഓർത്തോമിക്സോവിറിഡെ. ഓർത്തോമിക്സോവിറിഡയ്ക്കകത്ത് വരുന്ന ആൾക്കാരാണ് ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ വൈറസും തിലാപ്പിയ ലേക്ക് വൈറസും ഒക്കെ. ദെൻ പൈക്കോർണാവിറിഡെ. പൈക്കോർണാവിറിഡെ അതിനുള്ളിൽ വരുന്നത് സ്മോൾ RNA വൈറസ്. നമ്മൾ ഇറിഡോവിറിഡയ്ക്കകത്ത് ലാർജ് DNA വൈറസ് ആണ്. ഇനി പൈക്കോർണാവിറിഡയ്ക്കകത്ത് വരുന്നതോ സ്മോൾ RNA വൈറസസ് ആണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഓർത്തിരിക്കേണ്ട കാര്യം. പൈക്കോർണാവിറിഡെ ഒരുപാട് ഡൈവേഴ്സ് ഫിഷ് ഹോസ്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് ഫിഷസിൽ അതിന്റെ ഒക്കറൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോർഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. തിലാപ്പിയ ലേക്ക് വൈറസ് ബിലോങ്സ് ടു ദ ഫാമിലി. ഏത് ഫാമിലിയാണ്? ഓർത്തോമിക്സോവിറിഡെ, റാബ്ഡോവിറിഡെ, ടോഗോവിറിഡെ, അലോഹെർപ്സ് വിറിഡെ. നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ നോക്കിയതേ ഉള്ളൂ. ഇതാണ് ഓർത്തോമിക്സോവിറിഡെ. അതിനകത്ത് വരുന്ന ആൾക്കാരുടെ എക്സാമ്പിൾ ആണ് ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയയും തിലാപ്പിയ ലേക്ക് വൈറസും. അപ്പൊ തിലാപ്പിയ ലേക്ക് വൈറസ് ഏതിനുള്ളിൽ വരുന്നതാണ്? ഓർത്തോമിക്സോവിറിഡയ്ക്കുള്ളിൽ വരുന്നതാണ്. ഇനി റാബ്ഡോവിറിഡെ നമ്മൾ കണ്ടതാണ്, ഹെർപ്സ് വിറിഡയും നമ്മൾ കണ്ടതാണ്. ഇനി ടോഗാവിറിഡെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ ലെക്ചേഴ്സിൽ ടോഗാവിറിഡയെ പറ്റിയിട്ട് ഉണ്ടാവും. അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രഷ് വാട്ടർ വൈറ്റ് സ്പോട്ട് ഡിസീസ് ഇൻ ഫിഷസ് ഈസ് കോസ്ഡ് ബൈ. ഇപ്പൊ ഫ്രഷ് വാട്ടർ വൈറ്റ് സ്പോട്ട് ഡിസീസ് കോസ് ചെയ്യുന്ന പോസിറ്റീവ് ഓർഗാനിസം ഏതാണെന്ന് ഈസി ആണ്. വൈറ്റ് സ്പോട്ട് സിൻഡ്രം വൈറസ് ആണ് വൈറ്റ് സ്പോട്ട് ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഒന്ന് ജസ്റ്റ് എന്ത് അറിഞ്ഞിരിക്കണം? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസീസസ്, അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ തന്നെ ഏതൊക്കെയാണ് വൈറൽ, ഏതൊക്കെയാണ് ഫംഗൽ, ഏതൊക്കെയാണ് ബാക്ടീരിയൽ, ഏതൊക്കെയാണ് പ്രോട്ടോസോവൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പാരസിറ്റിക് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഇതില് വൈറൽ ഡിസീസിൽ തന്നെ ഫിൻ ഫിഷിന് വരുന്നത് ഏതാണ്, ഷെൽ ഫിഷിന് വരുന്നത് ഏതാണ്, ക്രൂസ്റ്റേഷ്യൻസിന് വരുന്നത് ഏതാണ്, അത് ഓരോ കാറ്റഗറിയിലും ഓരോന്നിനും വരുന്നത് ഏതൊക്കെയാണ്, അതിന്റെ കോസിറ്റീവ് ഓർഗാനിസം, അങ്ങനെ നമ്മൾ
കുറച്ച് അധികം ഡിസീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ സിംറ്റംസ് എന്താണ്, അവരെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ബയോസെക്യൂരിറ്റി, അതായത് ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള നമ്മുടെ ചിലപ്പോൾ നമ്മൾ 2-3 പോണ്ടിലൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ള സിസ്റ്റത്തിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാതെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, കേജസ് എങ്ങനെ ഡിസിൻഫെക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയൊരു നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ലെക്ചർ വീഡിയോ ലെക്ചറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ 10 മാർക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനുള്ളിൽ നിന്നായിരിക്കും. ആ 10 മാർക്ക് തന്നെ നമുക്ക് വലിയൊരു ഇതാണല്ലോ. അപ്പൊ 10 മാർക്ക് നമുക്ക് ഈ ഒരു പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ ഏരിയാസ് നന്നായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ആണ്. നെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് മേജർ ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ഡിസീസസ്, അത് ഫിഷിന് വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് ഡിസീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ സെൻസോർഡിൽ നിന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ്, PDF നോട്ട്സ്, അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, MCQs ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ നിങ്ങൾ സെൻസോർഡിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പം അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ തന്നെ ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് സിലബസ് അനുസരിച്ച് എല്ലാ പോർഷനും കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് 2-3 തവണ നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം വരുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.